ഇറാനിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ശക്തമായ ആക്രമണം. ഇസ്രായേലിലെ തെക്കൻ നഗരമായ ഡിമോണയിലും പരിസര പ്രദേശമായ അറദിലുമാണ് ആക്രമണം നടന്നത്. ഇസ്രായേലിന്റെ നഗരങ്ങളെ വിറപ്പിച്ച് ഇറാന്റെ മിസൈലുകൾ നേരിട്ട് വന്ന് പതിച്ചതോടെ കെട്ടിടങ്ങൾ കൂട്ടത്തോടെ തകർന്നു വീണു. 100-ൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റു എന്ന് മാത്രമാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിൽ ആണവ വികിരണം സംഭവിച്ചിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസികളും അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ഈ മിസൈൽ ആക്രമണത്തെ തടയാനായി പ്രതിരോധ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചെങ്കിലും അതിന് ഫലമുണ്ടായില്ല. അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 2 ബാലിസ്റ്റിക് മിസൈലുകൾ കെട്ടിടങ്ങൾക്ക് മേൽ പതിച്ചു എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരും പറയുന്നത്. ഡിമോണയിലെ ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങളും ഈ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നതിന്റെ ലക്ഷണമാണ് കണ്ടതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞു. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ നേരിട്ട് പതിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ബീർഷബയിലെ വിവിധ ഇടങ്ങളിൽ റോക്കറ്റുകൾ പതിച്ചതിനെ തുടർന്ന് അടിയന്തര രക്ഷാസേനാംഗങ്ങൾ സ്ഥലത്തെത്തുകയും സൊറോക്ക ആശുപത്രിയിൽ മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് ആണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. 100 കണക്കിന് കിലോ ഭാരമുള്ള പോർമുന വഹിച്ചെത്തിയ മിസൈലാണ് ജനവാസ മേഖലയിൽ പതിച്ചത്. മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങി നിമിഷങ്ങൾക്കകം തന്നെ മിസൈൽ പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതേസമയം മിസൈൽ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് ഇസ്രായേൽ വ്യോമസേന അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്ത് വന്നു. ഇസ്രായേലിന് ഏറെ ദുഷ്കരമായ രാത്രിയാണ് കടന്നുപോകുന്നത് എന്നാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. അതോടൊപ്പം ഇറാനെതിരെ ശക്തമായ ആക്രമണം തുടരുമെന്നും നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ ആക്രമണം നടത്തിയതോടെയാണ് ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കുന്ന ഈ യുദ്ധം ആരംഭിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തൊള്ള അലി ഖമനേയി അടക്കം കൊലപ്പെടുത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പ്രത്യാക്രമണം ആരംഭിച്ചു. ഇസ്രായേലിലും ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുമാണ് ഇറാൻ ആദ്യം ആക്രമണം നടത്തിയത്. ഡ്രോണുകളും ശക്തി കുറഞ്ഞ മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആദ്യത്തെ ആക്രമണങ്ങൾ. ഇപ്പോൾ തെക്കൻ ഇസ്രായേലിലെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദിമോണയും അറാദും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. 2 സ്റ്റേജ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഇറാൻ പ്രയോഗിച്ചതെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ജനറൽ ഇയാൽ സാമീർ പറഞ്ഞു. അതോടെ ഇറാന്റെ കൈവശമുള്ളത് അത്യാധുനിക മിസൈലുകളാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നത് ആഗോളതലത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക ആരംഭിച്ചതായും വൈറ്റ് ഹൌസിലെ ഉന്നതരെ ഉദ്ധരിച്ച് വാർത്തകൾ വരുന്നുണ്ട്. സമാധാനം വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായും ചില റിപ്പോർട്ടുകളുണ്ട്. എണ്ണവില വർധനവ് ഉൾപ്പെടെയുള്ള ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഈ യുദ്ധം കാരണമാകുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ നിരീക്ഷകർ. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അടുത്തെങ്ങും അവസാനിക്കില്ലെന്ന സൂചനയാണ് ഇരുപക്ഷവും നൽകുന്നത്. സമീപകാലങ്ങളിൽ ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ ആക്രമണം എന്നാണ് സർക്കാർ വക്താക്കളും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അയൺ ഡോമിന്റെ സംരക്ഷണത്തിലുള്ള ഇസ്രായേലി ജനതയുടെ വിശ്വാസം കൂടെ തകരുന്ന ഒരു ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതോടൊപ്പം ബ്രിട്ടീഷ് തലസ്ഥാനമായ ലണ്ടൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങൾ ഇറാന്റെ മിസൈൽ പ്രഹര പരിധിയിലാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ സൈനിക താവളത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണ ശ്രമമാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തലവേദനയായി മാറുന്നത്. 1240 മൈൽ ദൂരപരിധി മാത്രമാണ് ഇറാന്റെ മിസൈലുകൾക്ക് ഉള്ളതെന്നായിരുന്നു നേരത്തെയുള്ള കണക്കുകൂട്ടൽ. എന്നാൽ 2360 മൈൽ അകലെയുള്ള ഡീഗോ ഗാർഷ്യയിലേക്ക് മിസൈൽ അയച്ചതോടെ പാരീസും ലണ്ടനും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നഗരങ്ങൾ ഇറാന്റെ മിസൈൽ പരിധിയിലാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്.